എന്നാൽ ഒരു മനുഷ്യന് പിണക്കം മാറ്റാനുള്ള ഒരു അവസരം കൂടിയാണ് രോഗ സന്ദർശനം. ഒരാൾക്ക് നമ്മളോട് പിണക്കമുണ്ടെങ്കിൽ അയാളൊന്ന് രോഗം കാണാൻ പോയാൽ അയാൾക്കുണ്ടാകുന്ന സമാധാനവും അയാൾക്ക് നമ്മോടുണ്ടാകുന്ന ഇഷ്ടവും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. എത്ര വലിയ ദേഷ്യക്കാരനായാലും അയാളെ ചെന്ന് കണ്ടാൽ ഒന്ന് സമാധാനം ഉണ്ടാവും. അയാൾ നമ്മോട് സംസാരിക്കാതിരിക്കുകയില്ല. ചിലപ്പോൾ വല്ലാത്ത ഒരു വികാര തള്ളിച്ച കൊണ്ട് നമ്മുടെ കൈപിടിച്ച് കരയാനും സാധ്യതയുണ്ട്. എല്ലാ പൊരുത്തവും മുമ്പുണ്ടായ നമ്മൾ അയാളോട് ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഇഷ്ടക്കേടൊക്കെ പോയി പൊരുത്തം തരാനുള്ള അവസരവും കൂടിയാണ്. അത് ഏത് മതസ്ഥരായാലും നമ്മൾ രോഗം കാണാൻ പോകണം. മറ്റു മതസ്ഥരെ രോഗം കാണുക മൂലം അത് ഉസ്താദുമാരെ പോലുള്ള ആളുകൾ പോയി കണ്ടാൽ അയാൾക്ക് ഇസ്ലാമിലേക്ക് വരാൻ വരെ അതിന് കാരണമായി തീരുമെന്നാണ് പറയപ്പെടുന്നത്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ആക്രമിച്ചവരെ രോഗം കാണാൻ പോയിട്ടുണ്ട്. നമുക്കറിയാമല്ലോ, ഒരു പെണ്ണെപ്പോഴും തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു പെൺകുട്ടി, കല്യാണം കഴിയാത്ത ഒരു പെൺകുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് തെറ്റായ പ്രചരണങ്ങൾ കേട്ട് മനസ്സിലാക്കി നബി മോശമായ ആളാണ് എന്ന് വിചാരിച്ചു പോയ ആ പെൺകുട്ടി നബി തങ്ങളുടെ മേൽ എപ്പോഴും അടിച്ചാട്ടവും വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ബുദ്ധിമുട്ടാക്കുമായിരുന്നു. ആ പെണ്ണിന് രോഗമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി കണ്ട് രോഗ സന്ദർശനം നടത്തിയപ്പോൾ ആ പെണ്ണ് മാപ്പ് ചോദിക്കുകയും ഇസ്ലാമിലേക്ക് വരികയും ചെയ്തു എന്ന് നാം മുമ്പ് കേട്ടിട്ടുണ്ട്. ഒരു യഹൂദിയായ ഒരു മനുഷ്യന്റെ ഒരു കുട്ടി രോഗത്തിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങോട്ട് പോയി. അനസ് റളിയല്ലാഹു എന്ന് റിവായത്ത് ചെയ്യുന്ന ഒരു ഹദീസ്, ഒരു യഹൂദിയായ മനുഷ്യന്റെ കുട്ടി അയാള് നബിതങ്ങൾക്ക് ഖിദ്മത്തെടുത്തിരുന്നു എന്നുകൂടി ഹദീസിലുണ്ട്. യഹൂദിയായ മനുഷ്യൻ നബിതങ്ങൾക്ക് ഖിദ്മത്തെടുക്കാൻ ഒരു കുട്ടിയെ പറഞ്ഞയച്ചിരുന്നു. ആ കുട്ടിക്കെന്തോ വലിയ രോഗമായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കുട്ടിയെ കാണാൻ പോയി. എന്നിട്ട് ആ കുട്ടിയുടെ തലയുടെ ഭാഗത്ത് ഇരുന്നു കൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ അസ്ലിം, നീ മുസ്ലിമാകണം മോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു മോനെ. അപ്പോൾ ആ കുട്ടി ഫനദറയിലബീഹി, തന്റെ ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ പറയണോ വേണ്ടേ എന്ന ചോദ്യത്തോടെ ആ കുട്ടി ബാപ്പാനെ നോക്കിയപ്പോൾ ബാപ്പ പറഞ്ഞു, അത്യ അബുൽ ഖാസിം, നബിയുടെ പേരാണ് അബുൽ ഖാസിം എന്ന്. അബുൽ ഖാസിം പറയുന്ന പോലെ ചെയ്തോളൂ മോനെ എന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ കുട്ടിയോട് ബാപ്പ പറഞ്ഞപ്പോൾ അസ്ലമ, കുട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു. നബി തങ്ങൾ സന്തോഷത്തോടെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പറഞ്ഞുപോലും അൽഹംദുലില്ലാഹില്ലദീ അൻഖദഹു മിനന്നാർ, ഈ കുട്ടിയെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അള്ളാഹുവിനാണ് സർവസ്തുതിയും. ആ കുട്ടി അങ്ങനെ തന്നെ മരിച്ചുപോയിരുന്നെങ്കിൽ നരകാവകാശിയായി മാറുമായിരുന്നു. അതുകൊണ്ട് രോഗസന്ദർശനം കൊണ്ട് ഒരാൾ ഇസ്ലാമിലേക്ക് വന്ന കഥ ഇവിടെ നമുക്ക് അനുസ്മരിക്കാം. ഇനി രോഗിയായ ഒരു മനുഷ്യനെ കാണാൻ പോയാൽ അയാൾക്ക് മന്ത്രിക്കാൻ അറിയുന്ന ആളുകൾ മന്ത്രിച്ചു കൊടുക്കണം. അല്ലാത്ത ആളുകൾ എന്തെങ്കിലും സമാധാനത്തിന്റെ ഒരു വാക്കെങ്കിലും പറയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് രോഗമായ ആളുകൾ ഓടി വരും. ചിലപ്പോൾ സുബഹി നിസ്കാരത്തിന് വേണ്ടി പുറത്ത് ഇറങ്ങാൻ നോക്കുമ്പോൾ വെള്ളപ്പാത്രവുമായി ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടാവും. അത് ഉദു കൊടുക്കാനുള്ള വെള്ളം കൊടുക്കാനല്ല, നബി തങ്ങൾ കൈ മുക്കാനാണ്. നബി തങ്ങളുടെ സ്വഭാവം പറയുന്നിടത്ത് ഹദീസിൽ പറയുന്നു, എത്ര തണുപ്പുള്ള ദിവസങ്ങളായാലും, ഇപ്പൊ തണുപ്പുള്ള ദിവസങ്ങളാണല്ലോ, ഡൽഹിയിലൊക്കെ തണുപ്പും അതുപോലെ മഞ്ഞ് പെയ്യൽ കൊണ്ടൊക്കെ ഒരുപാട് ആളുകൾ മരിച്ചു എന്ന് പത്രത്തിൽ കാണുന്നുണ്ട്. തണുപ്പ് വലിയ ശക്തിയാകുമ്പോൾ വെള്ളം കാണാൻ തന്നെ അലർജി ആയിരിക്കും. ആ സമയത്ത് വരെ അള്ളാഹുവിന്റെ റസൂല് ഈ രോഗമായ ആളുകൾ കൊണ്ടുവന്ന പാത്രത്തിൽ കൈമുക്കുമായിരുന്നു. നബി തങ്ങൾക്കൊരു ദേഷ്യക്കേടും ഉണ്ടാവൂല എന്നത് നബി തങ്ങളുടെ സ്വഭാവമായി എടുത്തു പറയുന്നുണ്ട്. ആ കൊടുത്ത വെള്ളം കൊണ്ടുപോയി കുടിച്ചിട്ട് അവർക്ക് രോഗശമനം ഉണ്ടാകാറുണ്ട്. ചില സമയത്ത് നബി തങ്ങളുടെ മുമ്പിലേക്ക് എന്തെങ്കിലും രോഗം ബാധിച്ച ആള് നബി തങ്ങളുടെ മുമ്പിലേക്ക് വന്നാൽ, വല്ല രോഗമോ മുറിയോ ചൊറിയോ എന്തെങ്കിലും ഉള്ള ഒരാൾ വന്നാൽ നബി തങ്ങൾ ഉടനെ വിരലെടുത്തിട്ട് വായിലിടും. എന്നിട്ട് കുറച്ച് തുപ്പുനീര് ആ വിരലിന്റെ കൊടിയിലേക്ക് ആക്കിയിട്ട് മണ്ണ് മിക്സ് ചെയ്യും. കയ്യില് ഭൂമിയിലേക്ക് ഇങ്ങനെ കൈ
കടത്തും. എന്നിട്ട് മണ്ണായ കൈ നോക്കിയിട്ട് അള്ളാന്റെ റസൂല് പറയും, ബിസ്മില്ലാഹി തുർബത്തു അർളിനാ ബിരീഖി ബഅളിനാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞിട്ട് പറയും, ഈ അള്ളാന്റെ മണ്ണ്, ഈ ഭൂമിയും എന്റെ തുപ്പുനീരും ചേർത്തുകൊണ്ട് ഞാനിതാ ഇയാൾക്ക് മന്ത്രിക്കുന്നു എന്ന് അള്ളാഹുവിന്റെ സമ്മതപ്രകാരം ഇയാൾക്ക് ഇതിലൂടെ രോഗം സുഖമാകും എന്ന് പറഞ്ഞ് അയാളുടെ മുറിയിലേക്ക് തേച്ചു കൊടുക്കും. അതോടെ അയാളുടെ രോഗം സുഖപ്പെടുമായിരുന്നു. ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിൽ കാണാം. ഈ മന്ത്രം നമുക്ക് ഉസ്താദുമാരൊക്കെ പറഞ്ഞു തരുന്ന മന്ത്രമാണ്. വെള്ളത്തിൽ നേരിട്ട് മന്ത്രിക്കാനുമുള്ള പൊരുത്തം നമുക്ക് തരാറുണ്ട്. ഒരു മന്ത്രം എല്ലാവർക്കും പഠിച്ചു വെക്കാൻ പറ്റിയ, ഉമ്മമാരൊക്കെ ഹജ്ജിന് പോയി തിരിച്ചു വന്നാൽ ഹജ്ജുമ്മയായാലും പ്രായമുള്ള ഉമ്മമാരായാലും ചിലപ്പോൾ മരുമക്കളൊക്കെ മന്ത്രിക്കാൻ പറയും. നമുക്കറിയൂല, ഇത്രയൊക്കെ ഖുർആൻ ക്ലാസ്സിനും ഒക്കെ പോയിട്ട് എനിക്ക് മന്ത്രിക്കാൻ അറിഞ്ഞില്ലല്ലോ എന്ന് വേണ്ട. ആ ഒരു കുറവ് നികത്താൻ വേണ്ടി ഒരു ചെറിയ മന്ത്രം പറഞ്ഞു തരികയാണ്. ഫാത്തിഹ, അത് ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉൻ ലികുല്ലി ദാഇൻ, എല്ലാ രോഗത്തിനും മരുന്നാണ്, ഓൾ റൗണ്ട്. ഏത് രോഗത്തിനും ഫാത്തിഹ ഓതി മന്ത്രിച്ചാൽ രോഗം സുഖമായി. അപ്പൊ ഫാത്തിഹ അറിയാത്ത ആരും ഉണ്ടാവൂല. ഫാത്തിഹ അങ്ങോട്ട് നല്ല മഖ്റജ് ഒപ്പിച്ചിട്ട് മെല്ലെ മെല്ലെ ഓതുക. കുസുകുസൂന്ന് വെറും ശബ്ദം മാത്രം ആവരുത്. ഫാത്തിഹ നാവിൽ മൊഴിയണം. എന്നിട്ട് ആ മൊഴിഞ്ഞ ആ ഫാത്തിഹയുടെ ബറക്കത്ത് ഉള്ള ആ തുപ്പുനീര് ചെറുതായി തെറിക്കുന്ന രൂപത്തിൽ എന്ന് ഊതുക. അതിലൂടെ രോഗം സുഖപ്പെടും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വേറെയും ചില മന്ത്രങ്ങൾ നടത്താറുണ്ടായിരുന്നു. ആരെങ്കിലും നബി തങ്ങൾ രോഗം കാണാൻ പോയാൽ, ആരുടെയെങ്കിലും വീട്ടിലേക്ക് രോഗം കാണാൻ പോയാൽ കൈ കൊണ്ടിങ്ങനെ തടവും. ശരീരം എവിടെയെങ്കിലും തൊടണം. നമ്മൾ പോയാലൊന്നും ചോദിക്കൂല, ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കും. കണ്ടാൽ ആ വന്ന ആൾക്ക് കൂടുതൽ ബേജാറാവല്ലാതെ സമാധാനം ഉണ്ടാവില്ല. നമ്മൾ കൂടുതൽ വേദന കാണിക്കാതെ, ഒരു രോഗിയാണ് എന്നുള്ള ഒരു കുറച്ചിലൊന്നും കാണിക്കാതെ അടുത്തിരിക്കുക. എന്നിട്ട് കൈവെക്കുക. പകരമൊന്നുമില്ല, ഒരു രോഗവും അങ്ങനെ പെട്ടെന്നൊന്നും പകരൂല. കൈ ശരീരത്തിലേക്ക് സ്പർശിക്കണം. തൊടാൻ പറ്റിയ ആളുകളാണെങ്കിൽ തൊട്ടിട്ട് റസൂലുള്ളാഹി തങ്ങൾ കൈകൊണ്ടിങ്ങനെ ശരീരത്തിൽ തടവിയിട്ട് വയഖൂൽ, തങ്ങൾ മന്ത്രിക്കുമായിരുന്നു, അല്ലാഹുമ്മ റബ്ബന്നാസ്, അല്ലാഹുമ്മ റബ്ബന്നാസ്. അതെല്ലാവർക്കും അറിയാം, റബ്ബന്നാസ്. അല്ലാഹുവേ, നീ മനുഷ്യന്മാരുടെ റബ്ബാണ്, നാസ് മനുഷ്യന്മാർ. അല്ലാഹുമ്മ റബ്ബന്നാസ് എന്ന് പറഞ്ഞിട്ട് അൽഹിബിൽ ബഅസ, ഈ ബുദ്ധിമുട്ടിനെ നീ പോക്കിക്കളയണേ, ഇയാൾക്ക് വന്ന ഈ രോഗത്തെ നീ പോക്കിക്കളയണേ. വശ്ഫി, നീ ശിഫയാക്കണേ. അന്ത ശാഫി, നീയാണ് ശിഫ നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ, നിന്റെ ശിഫയല്ലാതെ വേറൊരു ശിഫയില്ല. അതുകൊണ്ട് നീ ശിഫയാക്കണേ. ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ, ഒരു വേദനയും ഒരു രോഗവും ബാക്കിയാകാത്ത നിലക്ക് പരിപൂർണമായ ശിഫ നീ ശിഫയാക്കണേ എന്ന് ദുആ ചെയ്യാറുണ്ടായിരുന്നു. അത് തൊട്ടിട്ട് തടവിയിട്ട് ഇങ്ങനെ പറയും, എന്നിട്ട് ഊതും. അതൊരു മന്ത്രമാണ്. അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസ വശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമൻ വലാ അലമാ. നബി തങ്ങൾ നേരിട്ട് ദുആ ചെയ്ത, മന്ത്രിച്ച ഒരു ദുആ ആണിത്. ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിവായത്ത് ചെയ്യുന്നുണ്ട്. ഇനി അത് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു സമാധാന വാക്കെങ്കിലും പറയണം. അതെന്താണ്? ഒരു മനുഷ്യന് രോഗം കാണാൻ പോയാൽ നബി തങ്ങൾ ചിലപ്പോൾ രോഗം കാണാൻ പോയാൽ മന്ത്രിക്കുന്നതിന്റെ കൂടെ ഇതും പറയും. എന്ത്? ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്. എന്താ ഈ പറഞ്ഞത്? ലാ ബഅസ തഹൂർ. എന്തൊക്കെ ഈ പറഞ്ഞത്? എന്തോ ഒരു മരുന്നിന്റെ പേരാണല്ലോ, ഞാൻ എഴുതി എടുക്കട്ടെ എന്ന് പറയും ചിലപ്പോൾ. അതുകൊണ്ട് അതിനെ മലയാളത്തിൽ ഒന്ന് ആദ്യം പറയാ, പിന്നെ അവസാനം ഈ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടി ബറക്കത്തിന് വേണ്ടി അറബിയിൽ പറയാം. എന്താണ് അതിന്റെ അർത്ഥം? അത് മലയാളത്തിൽ നമ്മൾ പറയാറുള്ള ഒരു കഥയാണ്. എന്താ? ലാ ബഅസ, ബേജാറാക്കണ്ട, എന്ത് പേടിക്കണ്ട, ലാ ബഅസ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തഹൂർ, ഇത് ശിഫയാകും ഒരർത്ഥം. തഹൂർ, ഇത് ശിഫയാകും, ഇത് സുഖാകുന്ന രോഗമാണ്, ബേജാറാക്കണ്ട, ഇൻഷാ അല്ലാഹ്. അള്ളാഹ് വേണ്ടത് വെക്കും, ഇൻഷാ അല്ലാഹ് വേണ്ട വെച്ചാലുമല്ല.
ഉറപ്പാണ് എന്നുള്ള അർത്ഥമാണ് ഇൻഷാ അല്ലാഹ്. പിന്നെ അള്ളാഹിലേക്ക് ചേർത്തി വെച്ചിട്ട് അള്ളാഹ് ഉദ്ദേശിക്കട്ടെ എന്ന അർത്ഥത്തിൽ നമ്മൾ വിടുകയാണ്. അള്ളാഹു ഉദ്ദേശിക്കും എന്ന പ്രാർത്ഥനയാണ് അതിലുള്ളത്. ശിഫയാക്കും, ഉറപ്പാണ് ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ ഉറപ്പാണ്, അള്ളാഹുവിൽ പ്രതീക്ഷിച്ച് അർപ്പിക്കുക. മറ്റൊരർത്ഥം ലാ ബഅസ, ബുദ്ധിമുട്ടില്ല, പേടിക്കണ്ട, തഹൂറുൻ, നിന്റെ ദോഷങ്ങളെ അള്ളാഹു ശുദ്ധിയാക്കുകയാണ് ഇതിലൂടെ എന്ന് നമ്മൾ പറയാം. വലിയ രോഗിയാണെങ്കിലും ബേജാറാക്കണ്ട, ഇത് അള്ളാഹിന്റെ സമ്മാനമാണ്. നിന്റെ രോഗങ്ങൾ മൂലം ദോഷങ്ങളെ അള്ളാഹു പുറത്തു കൊടുത്തന്ന് നിന്നെ ശുദ്ധിയാക്കുകയാണ്. തഹൂർ എന്നുള്ള വാക്കിന്റെ അർത്ഥം നമുക്കറിയാലോ. തഹൂറിൻ, നിന്നെ ശുദ്ധീകരിക്കുകയാണ് അള്ളാഹു, നീ ശുദ്ധിയാവുകയാണ് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെ ശുദ്ധിയായി രോഗത്തിലൂടെ നിന്റെ ദോഷവും പോയി വീണ്ടും നല്ല ആരോഗ്യത്തിലേക്ക് നീ തിരിച്ചു വരും എന്നുള്ള സമാധാന വാക്ക് അള്ളാഹുവിന്റെ റസൂല് പറയാറുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു ഫാത്തിഹ വിളിച്ചിട്ട് ഒരു ദ്വാരക്കാം, അതിലൊരു കുറച്ചിലുമില്ല. ഒരു ഫാത്തിഹ, അൽ ഫാത്തിഹ ഔദു ബില്ലാഹ് എന്ന് പറഞ്ഞ് ഒരു ഫാത്തിഹ ഓതുക, എന്നിട്ട് ദുആ ചെയ്യുക ഫാത്തിഹന്റെ ഹക്ക് കൊണ്ട്. നമ്മൾ ഈ ഹദ്ദാദ് റാത്തീബിന്റെ അവസാന മൗലിയാക്കൾക്കൊക്കെ ഒരു 4 ഫാത്തിഹ ഓതും ഇല്ലേ? ഹദ്ദാദ് ഓതാറുണ്ടോ? ഹദ്ദാദ് ഓതിക്കഴിഞ്ഞ് 4 ഫാത്തിഹ ഓതാറുണ്ട്. ആ ഫാത്തിഹയും ഖുൽ ഹുവല്ലാഹുവും ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് കഴിഞ്ഞിട്ടൊരു ദുആ, അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ബിഹഖ്ഖിൽ ഫാത്തിഹത്തിൽ മുഅല്ലമാ എന്ന് പറഞ്ഞ് വസബീൽ മസാനി എന്ന് പറഞ്ഞാലും ഫാത്തിഹ തന്നെ അർത്ഥം. 7 ആയത്ത്, അതേതാ ഫാത്തിഹ തന്നെ. ഈ ഫാത്തിഹ അഥവാ 7 ആയത്തിന്റെ ബറക്കത്ത് കൊണ്ട് നിന്നോട് ചോദിക്കുന്നു, ഞങ്ങൾക്ക് നീ ആഫിയത്ത് തരണേ, ഞങ്ങൾക്ക് രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കണേ. നീ നിന്റെ മഹാന്മാരോട്, നിന്റെ ഇഷ്ടദാസന്മാരോട് പെരുമാറുന്നത് പോലെ ഞങ്ങളോടും പെരുമാറണേ. അതാണ് ആ ദുആന്റെ അർത്ഥം. ആ ദുആനെ അവിടെ ദ്വാരുന്നാ മതി. എല്ലാ ദുആറും ചെറിയൊരു മൊയിലാർച്ച എന്ന പ്രീമ എന്ന് മറ്റുള്ളവർ പറഞ്ഞാലും വേണ്ടില്ല, ആ ഫാത്തിഹ ഓതിയിട്ട് മലയാളത്തിലെങ്കിലും ദുആ ചെയ്യുക. ഈ ഫാത്തിഹയുടെ ഹക്ക് കൊണ്ട് ഫാത്തിഹ ഓതി ദുആ ചെയ്താൽ അല്ലാഹു ദുആ സ്വീകരിക്കുമെന്നാണ്. അവിടെ ആ ദുആ ചെയ്യാൻ കഴിഞ്ഞാൽ അതും നല്ലത്. അല്ലെങ്കിൽ ഒരു സമാധാന വാക്കെന്ന രൂപത്തിൽ നബി തങ്ങൾ ദുആ ചെയ്യാറുണ്ടായിരുന്നു. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്നെ രോഗമായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗം കാണാൻ വന്നു. എന്തൊരു സന്തോഷമായ രംഗമായിരിക്കും. നമുക്ക് രോഗമായാൽ ഏതെങ്കിലും നമ്മുടെ ഉസ്താദുമാരോ തങ്ങന്മാരോ വന്നാൽ എത്രമാത്രം സമാധാനമുണ്ടാകും. ഇത് ഒരു വലിയ ഒരു തങ്ങളോ അല്ലല്ലോ, ലോകത്തിന്റെ മുഴുവൻ നേതാവായ, ഔലിയാക്കളെ മുഴുവൻ നേതാവായ ബഹുമാനപ്പെട്ട ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പടി കടന്ന് വരുമ്പോൾ സഅദ് ഇബ്നു വഖാസ് റളിയല്ലാഹു അൻഹുവിന് എന്തുമാത്രം സമാധാനമായിട്ടുണ്ടാകും. അദ്ദേഹം പറയുന്നു, നബി തങ്ങൾ അന്ന് എനിക്ക് ദുആ ചെയ്തു. എന്താണ് ദുആ? അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ, അല്ലാഹുമ്മ ശ്ഫി സഅദ. 3 വട്ടം ഒരേ ദുആ. അല്ലാഹുമ്മ ശ്ഫി, നീ സുഖമാക്കണേ, സഅദൻ, സഅദിന് നിങ്ങൾക്ക് ദുആ ചെയ്യാലോ. അല്ലാഹുമ്മ ശ്ഫി ആയിഷ, അല്ലാഹുമ്മ ശ്ഫി ഇബ്നി, എന്റെ മോന്, അല്ലാഹുമ്മ ശ്ഫി സൗജി, എന്റെ ഭർത്താവ്, അല്ലാഹുമ്മ ശ്ഫി ഇബ്നത്തി, എന്റെ മകൾ, അല്ലാഹുമ്മ ശ്ഫി ഖദീജ. അങ്ങനെ ആരെങ്കിലും പേര് ചേർത്തിട്ട് നമുക്ക് ദുആ ചെയ്യാം. നബിതങ്ങളെ തുടർന്നുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം. അതിന്റെ ബറക്കത്ത് കൊണ്ട് രോഗം സുഖമാകും. നമ്മുടെയും നമ്മുടെ കുടുംബത്തിലെയും രോഗികൾക്ക് അല്ലാഹു ശമനം നൽകുമാറാകട്ടെ. ആമീൻ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പല മന്ത്രങ്ങളും നടത്തിയിട്ടുണ്ട്. ചിലപ്പോൾ വെറും ബിസ്മില്ല കൊണ്ട്. ഇതാ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഒരു മന്ത്രമാണ്. ഞാനെപ്പോഴും എന്റെ ശരീരത്തിൽ ദുആ ചെയ്യാറുള്ളത് ഇതാണ്. നബി തങ്ങൾക്ക് സ്വന്തമായിട്ട് വല്ല രോഗം വന്നാൽ സ്വന്തം മന്ത്രിക്കാം. സ്വന്തം തന്നെ മന്ത്രിച്ചുകൊണ്ട് രോഗശമനം കണ്ടെത്തിയിരുന്നു. അത് എന്റെയും കൂടി അനുഭവമാണ്. എനിക്ക് വല്ല വയറുവേദനയോ എന്തെങ്കിലും വന്നാൽ പെട്ടെന്ന് ഞാൻ കൈവച്ചിട്ട് ഇത് പറയും. ചെറിയ നമ്മുടെ കുഞ്ഞിന് രോഗം വന്നാൽ അത് വല്ലാതെ കരയുമ്പോ വയറുവേദനയാണോ എന്താണെന്ന് തിരിച്ചറിയില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഞാൻ ദുആ ചെയ്യാറുള്ള ഷോർട്ടായിട്ടുള്ള ഈ മന്ത്രമാണ് ഇപ്പൊ പറയാൻ പോകുന്നത്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു ഉസ്മാൻ ഇബ്നു അബുൽ ആസ് റളിയല്ലാഹു എന്ന് പറയുന്ന ഹദീസാണ്. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് എന്റെ ശരീരത്തിൽ എന്തോ വേദനയുണ്ട് എന്ന് ഒരു രോഗം പറഞ്ഞു, ഒരു വേദന പറഞ്ഞു, എനിക്കൊരു രോഗമുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളോട് പറഞ്ഞു, നീ എന്നെ മന്ത്രിച്ചു, നിന്റെ കൈ നീ വെക്ക്,
എവിടെ? അലല്ലദീ തഅല്ലമ മിൻ ജസദിക, നിന്റെ എവിടെയാണ് വേദന? മുട്ടില, മസില്ല, പുറത്താ, എവിടെയാണ് ആ രോഗം? അവിടെ അങ്ങ് കൈവെക്കുക. എന്നിട്ട് വഖുൽ, നീ പറയുക ബിസ്മില്ലാ ബിസ്മില്ലാ ബിസ്മില്ലാ, 3 വട്ടം ബിസ്മില്ലാ എന്ന് പറയാം. രോഗമുള്ളിടത്ത് കൈവച്ചിട്ട് 3 വട്ടം. വേറൊരു റിവായത്തിലുണ്ട് 7 മറാത്തിൻ, 7 വട്ടം. 7 വട്ടം ആയിക്കോട്ടെ, ബിസ്മില്ല അല്ലേ, 7 വട്ടം ബിസ്മില്ല 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 എന്നിങ്ങനെ 7 വട്ടം പറയുക. എന്നിട്ട് അള്ളാഹുവിനോട് പറയുക, നിന്റെ ഇസ്സത്ത് ഖുദ്റത്ത് കൊണ്ട് ഞാൻ എനിക്കുള്ള വേദനയെ തൊട്ട് കാവലിനെ തേടുന്നു. അതിന്റെ അറബി കുറച്ച് ടഫായതുകൊണ്ടാണ് മലയാളത്തിൽ പറഞ്ഞത്. അള്ളാഹുവിനോടാ പറയുന്നത്. അങ്ങനെ അതിന്റെ മലയാളം പറയാ എന്ത്? നിന്റെ ഇസ്സത്ത് ഖുദ്റത്ത്. അവിടെ തവസ്സുലാക്കുന്നത് ഏതാണെന്നുള്ളതാണ് പോയിന്റ്. അത് അറബി തന്നെ പറയണം. നിന്റെ ഇസ്സത്ത് കൊണ്ട്, അള്ളാഹുവിന്റെ ഇസ്സത്ത് കൊണ്ട്, നേരിട്ടല്ല, അള്ളാഹുവിന്റെ ഇസ്സത്ത് കൊണ്ടും ഖുദ്റത്ത് കൊണ്ടും റബ്ബേ നിന്നോട്, അങ്ങനെയാണ് ഞാൻ അള്ളാഹുവിനെ വിളിക്കുന്നില്ല, നേരിട്ട് പറയലല്ല, ഇങ്ങനെ അള്ളാഹുവിന്റെ ഇസ്സത്ത് ഖുദ്റത്ത് കൊണ്ട് ഞാൻ കാവലിനെ തേടുന്നു എന്റെ ഈ വേദനയെ തൊട്ടും ഞാൻ പേടിക്കുന്ന ഈ കാര്യത്തെ തൊട്ടും. എന്താണ് ആ ദുആ? അഊദു ബിഇസ്സത്തില്ലാഹി വഖുദ്റതിഹി മിൻ ശർരി മാ അജിദു വഉഹാദിർ. ഇതൊക്കെ എഴുതിയെടുക്കേണ്ട കാര്യമായിരുന്നു, ഒന്നിനും പറ്റിയില്ല. ഇന്ന് രാവിലെയാണ് വിളിച്ചത്, അതുകൊണ്ട് ഇത് എഴുതാനോ അതിന്റെ കോപ്പി എടുക്കാനൊന്നും പറ്റിയില്ല. ഏതായാലും ഈ മന്ത്രം 7 വട്ടം ബിസ്മില്ല ചൊല്ലുക. അള്ളാഹുവിന്റെ ഇസ്സത്ത് ഖുദ്റത്ത് കൊണ്ട് എന്റെ ഈ രോഗം മാറണേന്ന് ഞാൻ കാവലിനെ തേടുന്നു എന്ന്. അതിന്റെ മലയാളം ഉൾക്കൊണ്ടാ മതി. അള്ളാഹിന്റെ ഖുദ്റത്തും ഇസ്സത്തും, അള്ളാഹുവിന്റെ ഖുദ്റത്ത് ഇസ്സത്ത് കൊണ്ട് എന്റെ കിടാവിന്റെ രോഗം സുഖപ്പെടാൻ ഞാൻ തേടുന്നു, എന്റെ കിടാവിന്റെ രോഗത്തെ തൊട്ട് ഞാൻ കാവലിനെ തേടുന്നു അള്ളാഹിന്റെ ഖുദ്റത്ത് ഇസ്സത്ത് കൊണ്ട്, അള്ളാഹിന്റെ ഖുദ്റത്തിനെ ഇസ്സത്തിനെ മുൻനിർത്തിയിട്ട് എന്ന് പറഞ്ഞാൽ അവന്റെ രോഗം സുഖപ്പെടും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് ഒരു സഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്ത മന്ത്രമാണ്. അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് അതിങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് പാഠമാക്കാൻ പറ്റാത്ത അതായതുകൊണ്ട് കൂടുതൽ പറയുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിന്ന് നേരിട്ട് പഠിച്ച ഒരു ദുആ ഉണ്ട്. നബി തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, എനിക്ക് രോഗമാണ് ജിബ്രീൽ. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ബിസ്മില്ലാഹി അർഖീക മിൻ കുല്ലി ഷൈഇൻ യുഅദീക മിൻ ശർരി കുല്ലി നഫ്സിൻ ഔ ഐനി ഹാസിദിൻ അല്ലാഹു യസ്ഫീക ബിസ്മില്ലാഹി അർഖീക. അള്ളാഹിന്റെ പേര് കൊണ്ട് നിനക്ക് ഞാൻ മന്ത്രിക്കുന്നു, എല്ലാ ബുദ്ധിമുട്ടാക്കുന്ന കാര്യങ്ങളെ തൊട്ടും എല്ലാ ഹാസിദീങ്ങളെ കണ്ണിൽ നിന്നും അതുപോലെ ബുദ്ധിമുട്ടാക്കുന്നവരുടെ ശർറിൽ നിന്നും ഞാൻ കാവലിനെ തേടുന്നു, നിനക്ക് മന്ത്രിക്കുന്നു. അല്ലാഹു യസ്ഫീക, നിനക്ക് അല്ലാഹു സുഖമാക്കും. ബിസ്മില്ലാഹി അർഖീക, അല്ലാഹുവിന്റെ പേര് കൊണ്ട് നിനക്ക് ഞാൻ മന്ത്രിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മന്ത്രിച്ചു കൊടുത്ത ഹദീസുണ്ട്. ഇനി ഞാൻ ഈ ഭാഗം നീട്ടുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസുണ്ട്. ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഉടനെ അള്ളാഹു പറയുന്നു ശരിയാണ് 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 എന്ന് പറയും. ഞാനിപ്പോ ഈ പറയാൻ പോകുന്ന ഹദീസ് ഒരാള് ഒരു രോഗത്തിൽ കിടക്കുമ്പോൾ അയാൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമാണ്. പാഠമാക്കാൻ പറ്റുന്ന ആളുകൾ പാഠമാക്കുക, പേന കൊണ്ടുവന്ന ആളുകൾക്ക് എഴുതിയെടുക്കാം. നല്ല പഠിച്ചു വെക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈ ഒരു ദിക്ർ നിങ്ങൾ പറയണം. മരിക്കാൻ കിടക്കുന്ന രോഗത്തിൽ ഒരാൾ ഇത് ചൊല്ലുകയും ആ രോഗത്തിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്താൽ ലം തത്അമുഹുന്ന, അയാളെ തീ തിന്നുകയില്ല, അയാളെ തീ തിന്നുകയില്ല, നരകത്തിൽ കടക്കൂല എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്റാണ്. ഏതൊക്കെ? ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരാള് ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് രോഗത്തിൽ പറഞ്ഞാൽ ഉടനെ അല്ലാഹ് പറയും. എന്താ ലാ ഇലാഹ ഇല്ലല്ലാഹ്? അല്ലാഹു ഇലാഹ ഇല്ല, അല്ലാഹു ഉന്നതനാണ്, മഹാനാണ്, വലിയവനാണ് എന്ന് പറഞ്ഞാൽ ഉടൻ അല്ലാഹ് പറയും ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇലാഹ ഇല്ല, നീ പറഞ്ഞത് നേരാണ്. വഅന അക്ബർ, ഞാനാണ് വലിയവൻ, നീ പറഞ്ഞത് നേരാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു ഒരുവനാണ്, ലാ ശരീക ലഹു, അവനൊരു കൂട്ടുകാരനുമില്ല എന്നുകൂടി പറയുമ്പോ അല്ലാഹ് പറയും ലാ ഇലാഹ ഇല്ല അന, ഞാനല്ലാതെ ഇലാഹ ഇല്ല, വഹ്ദി, ഞാൻ ഒരുവനാണ്, ലാ ശരീക ലീ, എനിക്കൊരു കൂട്ടുകാരനും ഇല്ല, എന്നെ പോലെ ശക്തിയുള്ള വേറൊരു ദൈവവും ഇല്ല എന്നുള്ള സമ്മതിക്കും. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു, അല്ലാഹുവിനാണ് അധികാരം, വലഹുൽ ഹംദ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും എന്ന് ഒരാൾ പറഞ്ഞാൽ ഉടൻ അല്ലാഹ് പറയും എനിക്കാണ് അധികാരം, എനിക്കാണ് സ്തുതി, നീ പറഞ്ഞത് നേരാണ്. ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് ഒരാൾ പറഞ്ഞാൽ അയാളെ കുറിച്ച് അല്ലാഹ് പറയും ശരിയാണ്, എനിക്കല്ലാതെ ഹൗലില്ല, പറഞ്ഞാൽ ഒരു കാര്യത്തെ തടസ്സപ്പെടുത്താൻ അല്ലാഹ്ക്കല്ലാതെ കഴിയൂല, വലാ ഖുവത, ഒരു കാര്യം നേടാനുള്ള ശക്തി അല്ലാഹ്ക്കല്ലാതെ നൽകാൻ കഴിയില്ല, അതുകൊണ്ട് എല്ലാ കഴിവും ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, നീ പറഞ്ഞത് നേരാണ് എന്നുള്ള സമ്മതിക്കും. ഇത് അല്ലാഹ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ദിക്റാണെന്നർത്ഥം. ഇത് പറയുമ്പോ അല്ലാഹു പ്രതികരിക്കും. എന്ത്? ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഇത് ഒരാൾ അവന്റെ രോഗത്തിൽ പറയുകയും അതേ രോഗത്തിൽ വെച്ച് അയാൾ മരിക്കുകയും ചെയ്താൽ അയാളെ നരകം സ്പർശിക്കുകയില്ല, തീ തിന്നുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഇത് നിങ്ങൾക്ക് മറന്നുപോയെങ്കിൽ വേറൊന്നും പറയാം. ഒരാള് രോഗിയായി കിടക്കുകയാണ്, മരണത്തോട് മല്ലിടുന്ന, മരിക്കുമെന്ന് പ്രതീക്ഷയുള്ള ഒരു രോഗം. ആ രോഗത്തിൽ വെച്ച് 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതിയാൽ, എത്ര വട്ടം? 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഒരാൾ ഓതിയാൽ അയാൾക്ക് ഖബറിന്റെ ശിക്ഷ ഏൽക്കുകയില്ലത്രേ. 100 വട്ടം. മറ്റൊന്നുകൂടിയുണ്ട്, 40 വട്ടം. യൂനുസ് നബിയുടെ ദുആ 40 വട്ടം ചൊല്ലിയാൽ അയാൾക്ക് ഖബറിന്റെ ശിക്ഷ ഉണ്ടാവില്ല ആ രോഗത്തിൽ മരിച്ചാൽ. ഏതാ യൂനുസ് നബിന്റെ ദുആ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ലാ ഇലാഹ ഇല്ലാ അൻത, നീ അല്ലാതെ ഇലാഹ ഇല്ല, സുബ്ഹാനക, നീ പരിശുദ്ധനാണ്, നിന്റെ അവദാനങ്ങൾ, നിന്റെ മദദുകൾ ഞാൻ പാടുന്നു. അതാണ് സുബ്ഹാനല്ലാഹ് അർത്ഥം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളിൽപ്പെട്ടവനാണ്, ഞാൻ വളരെ മോശമാണ്, നീയാണ് ഉന്നതൻ, നീയാണ് പരിശുദ്ധൻ, നിന്റെയാണ് മഹത്വം പാടേണ്ടത്, ഞാനൊന്നുമല്ല എന്നർത്ഥമുള്ള അത് 40 വട്ടം ഒരാൾ രോഗത്തിൽ കിടന്നിട്ട് പറഞ്ഞ് ആ രോഗത്തിൽ മരിച്ചാൽ വെള്ളിയാഴ്ച രാത്രി മരിച്ചതുപോലെ അയാൾക്ക് ഖബറിന്റെ ശിക്ഷ ഒഴിവാകും എന്ന് ഷർവാനി എന്ന കിതാബിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഷർവാനിയിൽ പറയുന്നുണ്ട്, ഒരാൾ വെള്ളിയാഴ്ച രാത്രി മരിച്ചാൽ, അല്ലെങ്കിൽ വെള്ളിയാഴ്ച പകല് മരിച്ചാൽ, അല്ലെങ്കിൽ ആശൂറാ ദിവസം മുഹറം 10 നമ്മുടെ നാട്ടിൽ ഒരാൾ മരിച്ചിട്ടുണ്ട്. ഇന്ന് ഞാനിത് പറയാൻ വേണ്ടി നോക്കിയപ്പോ ആശൂറാ ദിവസത്തിൽ മരിച്ച ആൾക്ക് ഖബർ ശിക്ഷ ഇല്ല എന്ന് കണ്ടപ്പോ ഞാൻ മെസ്സേജ് ടൈപ്പ് ചെയ്ത് അയാൾക്ക് അയച്ചു. അയാളെ ഉപ്പ ആശൂറാ ദിവസം മരിച്ചതാണ്, അയാൾക്ക് സന്തോഷമാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ കിതാബിന്റെ പേജ് നമ്പർ അടക്കം അയച്ചു കൊടുത്തു ഇന്ന്. അപ്പോ ആ ആശൂറാ ദിവസമോ അറഫ ദിവസമോ വെള്ളിയാഴ്ച രാത്രിയോ പകലോ ഒരാൾ മരിച്ചാൽ ഖബർ ശിക്ഷ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഷർവാനിയിൽ പറയുന്നതായി കാണാം. ഇതേ മഹത്വം ഒരാൾക്ക് കിട്ടും എപ്പോൾ? രോഗത്തിൽ കിടന്ന മനുഷ്യൻ 100 വട്ടം ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുകയോ, അല്ലെങ്കിൽ 40 വട്ടം, അല്ലെങ്കിൽ രണ്ടുമല്ല, ഒന്നുകിൽ രണ്ടും പറഞ്ഞാണല്ലോ, ഒന്നുകിൽ ഖുൽ ഹുവല്ലാഹു അഹദ് 100 വട്ടമോ, അല്ലെങ്കിൽ 40 വട്ടം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലുകയോ ചെയ്താൽ അയാൾക്ക് ഖബർ ശിക്ഷ ഒഴിവാകുമെന്ന് മഹാന്മാർ എഴുതി വെക്കുകയാണ്. അപ്പൊ രോഗം സന്ദർശിക്കാൻ പോയ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണമെന്നർത്ഥം അല്ലേ? ഇതൊക്കെ പറഞ്ഞു കൊടുക്കണം. നമ്മളിത് ചെയ്യും വേണം. നമ്മൾ രോഗിയായി കണ്ട അയാൾക്കൊരു ഉപകാരം ചെയ്ത് അയാൾ ആഖിറം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞാൽ വളരെ ഉപകാരം.
അള്ളാഹു നമ്മളെയൊക്കെ ഈമാനോടെ സലാമത്താക്കട്ടെ. അയാളോട് നല്ല സംസാരങ്ങളൊക്കെ സംസാരിക്കണം. അയാൾക്ക് അവിടെ ഇരിക്കുന്നത് ബുദ്ധിമുട്ടാണെന്ന് തോന്നിയാൽ പെട്ടെന്ന് വരണം. ചില രോഗികൾക്ക്, ചില ആളുകൾ കൂടുതൽ ഇരിക്കും വിഷമായിരിക്കും, കാരണം അയാൾക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടക്കാൻ കഴിയില്ല. ഉസ്താദുമാരാണെങ്കിൽ അയാൾക്ക് കിടക്കാൻ മടിയുണ്ടാവും അതതുകൊണ്ട്. അപ്പൊ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് വരിക വേണ്ടത്. അങ്ങനെ വന്നാൽ വേറെ ആരെങ്കിലും അയാൾക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയണം? അതുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസുകളിൽ പഠിപ്പിക്കുന്നു. ഇമാം നബവി റളിയല്ലാഹു അൻഹു ഈ റിയാദുസ് സാലിഹീൻ എന്ന കിതാബിൽ അത് ബാബിട്ട് തന്നെ പറയാണ്, സുന്നത്താണ് ഒരു രോഗിയുടെ അവസ്ഥ ഒരാൾ ചോദിച്ചാൽ അതിന് എങ്ങനെ പറയണോ എന്നുള്ള രൂപം പറഞ്ഞു തരികയാണ്. അതിന്റെ പറയേണ്ട രൂപം, സുന്നത്തായ രൂപം ഏതാണ് എന്ന് പഠിപ്പിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുന്നു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്ദർശിച്ചു വരികയാണ്. നബി തങ്ങൾക്ക് വല്ലാത്ത രോഗമാണ്, രണ്ടാൾക്ക് ബാധിക്കുന്നത് പോലുള്ള ഒരു പനി ഒറ്റ വ്യക്തിക്ക് ബാധിച്ചിരിക്കുകയാണ്. നബിതങ്ങളുടെ മഹത്വമാണത്. നേരത്തെ പറഞ്ഞല്ലോ, ഒരാൾക്ക് വരുന്ന പനി ഡബിൾ പനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്നിരിക്കുകയാണ്. ആ രോഗത്തിൽ വിഷമിച്ച നബി തങ്ങളെ കണ്ടിട്ട് തിരിച്ചു വരുമ്പോൾ ഒരാൾ ചോദിക്കാണ്, എങ്ങനെയുണ്ട് നബിന്റെ അവസ്ഥ? നമ്മൾ പറയും ഭയങ്കര വിഷമാണ്. പറഞ്ഞിട്ട് കാര്യമില്ല, ഇന്നോ നാളെയോ നാളെ. ആ വാക്ക് നല്ലതല്ല. മറിച്ച് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ ചോദിച്ചു, യാ അബൽ ഹസൻ കൈഫ അസ്ബഹ റസൂലുള്ളാഹ്, പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവിലെ വരെ രോഗത്തിൽ കിടന്നല്ലോ, രാത്രി എങ്ങനെയായിരുന്നു അവസ്ഥ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത്, അസ്ബഹ ബിഹംദില്ലാഹി ബാരിആ, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്, അല്ലാഹുവിന് സ്തുതി, അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ല സുഖമുണ്ട് എന്ന് പറയണം. അപ്പൊ രോഗം എങ്ങനെയുണ്ട്? സുഖമുണ്ട് എന്നാണ് മതി. ഇത് ആ നിലക്ക് രോഗം സുഖമായി എന്ന് പറയണം. അയാൾക്കൊന്നും കയ്യിൽ, അയാളെ കാറ്റ് പോകുന്ന തോന്നുന്നു എന്ന് പറയലല്ല വേണ്ടത്. മറിച്ച് അയാളെ സുഖാവും, രോഗത്തിൽ അയാൾക്ക് സുഖമായിട്ടുണ്ട് എന്ന് തന്നെ പറയണം. അള്ളാഹു സുഖമാക്കട്ടെ എന്ന നല്ല ലക്ഷണമാണ്. ലക്ഷണക്കേടുള്ള വാക്ക് പറയാൻ പാടില്ല എന്നതുകൊണ്ടാണിത്. അപ്പോ ആ രോഗിയായ മനുഷ്യന് നമ്മൾ ചെയ്യേണ്ട ഉപകാരമാണ്. നേരത്തെ പറഞ്ഞല്ലോ, അയാൾക്ക് വിക്റ് ചൊല്ലിക്കൊടുക്കണോ. അയാൾക്ക് ചൊല്ലിക്കൊടുക്കണമെന്ന് പറഞ്ഞാൽ അയാളോട് ചൊല്ലാൻ വേണ്ടി പറയണോ, അയാൾ തന്നെ ചൊല്ലണം. അതാണ് കിതാബിൽ പറയുന്നത്, മൻ കാല, നേരത്തെ പറഞ്ഞ മൻ കാലഹ, ആരെങ്കിലും രോഗത്തിൽ അയാൾ തന്നെ പറഞ്ഞാൽ, നമ്മൾ പറഞ്ഞാൽ പിന്നെ ആ സദസ്സിന് ബർക്കത്തുണ്ടാവും, നമ്മൾ മരിക്കാനാവുന്ന ആളുടെ യാസീൻ ഓതുന്നല്ലോ. അപ്പൊ അതിന്റെ ബർക്കത്ത് കിട്ടുന്നതല്ലാതെ ഈ ഉപകാരം ഖബറിൽ ശിക്ഷിക്കപ്പെടൂല എന്നുള്ളത് കിതാബിലുള്ളത് അവനവൻ തന്നെ പറയണം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മരണം നമുക്കും നമ്മുടെ രോഗികളായ ആളുകൾക്കും നൽകുമാറാകട്ടെ. ജീവിതം ഖൈറാകുന്നിടത്തോളം ആരോഗ്യത്തോടെ നമുക്കും നമ്മുടെ മക്കൾക്കും കുടുംബത്തിനുമൊക്കെ ആരോഗ്യത്തോടെയുള്ള ദീർഘായുസ് നൽകുകയും മരണം ഖൈറായ സമയത്ത് റബ്ബേ നീ ഞങ്ങളെ ഈമാനോടെ മരിപ്പിക്കുകയും ചെയ്യണേ റഹ്മാനേ. ഈ ദുആ ഓരോ മനുഷ്യനും വേണം. കാരണം ഒരാള് ആ രോഗത്തിൽ വെച്ച് ജീവിക്കില്ല ഇനി എന്ന് ആശ വെടിഞ്ഞാൽ മനൈസമിൻ ഹയാത്തിഹി, അയാളുടെ ആ കിടക്കയിൽ വെച്ച് അയാൾ മരിക്കുമെന്ന് തോന്നിയാൽ അയാളെ കുറിച്ച് എന്താ, അയാൾ എങ്ങനെയാ പറയേണ്ടത്? അത് പറയുന്നതിൽ ഹദീസ് ഇവിടെ കൊടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തിന്റെ രോഗത്തിൽ പറഞ്ഞു, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. എന്താണ്? അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അല്ലാഹു എനിക്ക് പുറത്തു തരണേ, എനിക്ക് റഹ്മത്ത് ചെയ്യണേ. നബി തങ്ങൾ എന്നെ ദുആ ചെയ്തു. എപ്പോ? രോഗത്തിൽ കിടക്കുന്ന സമയത്ത് നബി തങ്ങൾ സ്വന്തം ദുആ ചെയ്യാണ്, മാപ്പാക്കണേ റബ്ബേ, എന്തെങ്കിലും കുറവ് വന്നിട്ടുണ്ടോ? കുറവൊന്നും വരാത്ത നബി തങ്ങൾ ഇത് പറഞ്ഞെങ്കിൽ ഒരു ചെറിയ തലവേദന വന്നാൽ തന്നെ നമ്മൾ ദുആ ചെയ്യാൻ തുടങ്ങണം. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി വഅൽഹിഖ്നി ബിർറഫീഖിൽ അഅ്ലാ. അത് നബിന്റെ സ്ഥാനമാണ്. റഫീഖുൽ അഅ്ലയിൽ എന്നെ ചേർക്കണേ. നമ്മൾ ദുആ ചെയ്യേണ്ടത് വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അത് പൂർണ്ണമായിട്ടും യൂസുഫ് നബിന്റെ ദുആ ചെയ്യണം. ഏത്?
اللهم فاطر السماوات والأرض أنت ولينا في الدنيا والآخرة توفني مسلما وألحقني بالصالحين. ഇതായിരുന്നു ചില മഹാന്മാരുടെ അവസാനത്തെ കാലത്തുള്ള ദുആ എന്ന് ചില കിതാബുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിലപ്പോൾ ആ രോഗത്തിന്റെ അവസാന ഘട്ടത്തിൽ അറിയാതെ പറഞ്ഞു പോകുന്നുണ്ട്. അതിന് വിരോധമില്ല. എങ്ങനെ? എന്റെ തവാറൽസ, എന്റെ തല ഭയങ്കര വേദനിക്കുന്നുണ്ട്, വല്ലാത്ത പനിയാണ് എന്നൊക്കെ അള്ളാഹുവിന്റെ വിധിയിൽ ദേഷ്യപ്പെടാത്ത രൂപത്തിൽ നമ്മുടെ വായിന്ന് വന്നു പോകുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നവരോടൊക്കെ, നബി തങ്ങൾ തൊട്ടു നോക്കുന്നവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, അജൽ ഇനി യുവാക്കു കമാ യുവാക്കു റജിലാനി മിൻകും, നിങ്ങളിന്ന് രണ്ടാൾക്ക് വരുന്ന പനിയാ എനിക്ക് വന്നിട്ടുള്ളത് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഹദീസ് നമുക്ക് വ്യക്തമാക്കുന്നുണ്ട്, എന്റെ തല എന്ന് പറയുന്നതിന് വിരോധമില്ല, എന്തൊരു വേദന എന്ന് പറയുന്നതിന് വിരോധമില്ല എന്ന് ഈ ഹദീസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്നു എന്നും ബഹുമാനപ്പെട്ട ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ ഒരിക്കൽ എന്റെ തല എന്ന് പറഞ്ഞു. തലവേദന ഉണ്ടാവുമല്ലോ സ്ത്രീകൾക്ക്, അധികവും ഉണ്ടാകും. ഹൈദ് ഉണ്ടാകുന്ന സമയത്തൊക്കെ തലവേദനയും തലതിരിച്ചിലും ഒക്കെ ഉണ്ടാവും. ആ സമയത്ത് ആയിഷ ഉമ്മ പറഞ്ഞു പോലും എന്റെ തല. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ബൽ അന വാറൽസ, ഞാനും എന്റെ തലയെന്ന് പറയും. വെറും തല കിട്ടിയിട്ട് എന്താ കാര്യം? റസൂലുള്ള പറഞ്ഞു, അന വാറൽസ എന്ന് പറയും, ഞാനും എന്റെ തലയേ എന്ന് പറയാം. ചില ആള് പറയാറില്ല എന്റെ കൈ എന്റെ കൈ. അപ്പോ ആ കൈ മാത്രമല്ല, തല മാത്രമല്ല, ശരീരം മുഴുവൻ തമാശ പറഞ്ഞതായിരിക്കുമെന്ന് മനസ്സിലാക്കുന്നു. അല്ലാഹു അഅലം. അപ്പോ അത് പറയുന്നതിന് വിരോധമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സക്കറാത്തിന്റെ ഹാലിലിരിക്കുമ്പോൾ, സക്കറാത്തിൽ മൗത്തിലിരിക്കുമ്പോൾ നബി തങ്ങൾ ഒരു അടുത്തുള്ള പാത്രത്തിലേക്ക് കൈ മുക്കിയിട്ട് അതിനെ മുഖത്തിങ്ങനെ തടവുകയാണ്, തണുത്ത വെള്ളം ഒന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടി. എന്നിട്ട് അള്ളാഹുവിനോട് പറയുന്നു, അല്ലാഹുമ്മ അഇന്നി, എന്നെ സഹായിക്കണേ അല്ലാ, അലാ ഗമറാത്തിൽ മൗത്ത്, മരണത്തിൻ്റെതായ കൊടുമയെ തൊട്ട്, അതിന്റെ ബുദ്ധിമുട്ടിനെ തൊട്ട്, സക്കറാത്തിൽ മൗത്ത്, മരണത്തിന്റെ മസ്തിനെ തൊട്ടും. സക്കറാത്ത് എന്ന് പറഞ്ഞാൽ സക്ർ, മസ്ത്, സക്കറാത്തിൽ മൗത്ത്, മരണത്തിന്റെ മുമ്പുണ്ടാകുന്ന ഒരു ബോധം കെട്ട പോലെ ആളെ തിരിച്ചറിയാതെ ആവുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. ആ സക്കറാത്തിൽ മൗത്തിനെ തൊട്ട് നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു. ആ സമയത്ത് എനിക്ക് ലായിലായിലുള്ള പറയാൻ പറ്റാത്ത അവസ്ഥ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ഒരവസ്ഥയിൽ എന്നെ നീ സഹായിക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചതുപോലെ അള്ളാഹുവിലുള്ളതായ പ്രതീക്ഷയും അള്ളാഹുവിൻ്റെതായ വിധിയിൽ ദേഷ്യപ്പെടാത്ത രൂപത്തിൽ പറയുന്നതിന് വിരോധമില്ല. കഴിവതും അള്ളാഹുവിന്റെ പരീക്ഷണമാണിത്. എങ്കിലും മരണത്തോടടുക്കുന്ന സമയത്ത് അള്ളാഹുവിൽ കൂടുതൽ പ്രതീക്ഷയുള്ള വാക്കുകളല്ലാതെ വായിൽ നിന്ന് വരരുത് എന്ന് രോഗം സന്ദർശിക്കുന്ന ആളുകൾ ഉപദേശിക്കുന്നത് നല്ലതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു, ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തമൂതുന്ന അഹദുക്കും, നിങ്ങളിൽ നിന്ന് ഒരാളും മരിച്ചു പോകരുത്, ഇല്ലാ വഹുവ യുഹ്സിനു ളന്ന ബില്ലാഹി, അള്ളാഹുവിനെ കൊണ്ട് നല്ലത് വിചാരിച്ചവരല്ലാത്ത നിലക്ക്, അള്ളാഹുവിനെ കുറിച്ച് നല്ലത് വിചാരിക്കാതെ കണ്ട് നിങ്ങൾ മരിച്ചു പോകരുത്. അള്ളാഹുവിനെ കുറിച്ച് നല്ല വിചാരത്തോടെ മാത്രമായിരിക്കണം മരിച്ചു പോകേണ്ടത്. ഇത് വിശദീകരിക്കേണ്ട വിഷയമാണ്. ഒരു മൂമിനായ മനുഷ്യന് വെറും അള്ളാഹിനെ കുറിച്ച് നല്ല പ്രതീക്ഷ മാത്രമല്ല ഉണ്ടാവേണ്ടത്. അള്ളാഹ് എന്നെ ശിക്ഷിച്ചേക്കുമോ എന്നുള്ള ചിന്തയും വേണം, രണ്ടും വേണം എന്ന് പറഞ്ഞിടത്ത് മരണത്തോട് മല്ലിടുന്ന രോഗിക്ക് പറയുന്നത് എന്താണ്? ഖൗഫ് തീരെ അവിടെ പാടില്ല. പിന്നെ അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തും, ഞാൻ ഇത്രയും കാലം ചെയ്തൊക്കെ അള്ളാഹ് കബൂലാക്കും. ചില മഹാന്മാര് ഇഖ്ലാസ് കൊണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. അതല്ല ഇവിടെ പറയുന്നത്. അള്ളാഹുവിന്റെ റസൂല് നമ്മളോട് പറയുന്നത് എന്താ? കഴിവതും അതില്ലാതാവും. നമുക്ക് മരിക്കുമ്പോഴായിരിക്കും ദോഷങ്ങളെ കുറിച്ച് കൂടുതൽ ഓർമ്മ വരിക. ഇല്ലാതാക്കി ദോഷങ്ങളൊക്കെ മാപ്പ് ചോദിച്ച് അതിന്റെ കൂടെ എന്നെ രക്ഷപ്പെടുത്തും എന്ന് ചിന്തിക്കണം. കാരണം അള്ളാഹുന്റെ ഹബീബ് പറയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, എന്റെ അടിമ എന്നെ കുറിച്ച് എന്ത് ചിന്തിച്ചോ അതുപോലെയാണ് ഞാൻ ശിക്ഷിക്കൂന്നാണ് ചിന്തിച്ചതെങ്കിൽ ഞാൻ ശിക്ഷിക്കുന്ന ആളായിട്ടായിരിക്കും അവന്റെ മുന്നിൽ വരിക. ഞാൻ മാപ്പ് ചെയ്യും,
ഞാൻ അവനൊന്നും ചെയ്യൂല, അവന് പുറത്തു കൊടുക്കും, അവനെ സ്നേഹം കൊണ്ട് പൊതിയും എന്നാണ് എന്നെക്കുറിച്ച് ചിന്തിച്ചത് എങ്കിൽ അതുപോലെയായിരിക്കും ഞാനെന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ ആരോട് പറയണം? രോഗികളായ ആളുകളോട് പറഞ്ഞ് അവരുടെ മനസ്സിൽ പ്രതീക്ഷയുണ്ടാക്കണം. മരിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അയാളെ വിഷമിപ്പിക്കാത്ത നിലക്ക് അയാളുടെ അടുത്ത് നമ്മൾ ചൊല്ലിക്കൊടുക്കണം. എന്ത് ചൊല്ലിക്കൊടുക്കണം? മൻകാന ആഖിറ കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരാൾ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗത്തിൽ കടന്നു. ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ അയാൾ സ്വർഗത്തിൽ കടന്നു. അപ്പൊ എന്ത് ചൊല്ലിക്കൊടുക്കണം? ലഖ്തിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്. മരിച്ച ആൾക്ക് നിങ്ങൾ ചൊല്ലിക്കൊടുക്കണം, ലാ ഇലാഹ, മരിക്കുന്ന ആൾക്ക് ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയണം. ചൊല്ലൂ എന്ന് പറയാൻ പാടില്ലെന്ന് കിതാബുകളിൽ പറയുന്നുണ്ട്. കാരണം അവന് തെറ്റിദ്ധാരണയും ബേജാറാകരുത്, ഞാൻ മരിക്കാൻ കാത്താണ് എന്ന് തോന്നരുത്. അതും വിഷമിപ്പിക്കാതിരിക്കാനും അതിന്റെ പേരിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാതെ അവന്റെ ആഖിബത്ത് മോശമാകാതിരിക്കാനുമാണ്. ഏതായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണം. അതിന്റെ ശേഷമുള്ളത് വിഷയം മാറുന്നുണ്ട്. മരിച്ചതിന്റെ ശേഷം ചെയ്യേണ്ട വിഷയങ്ങളിലേക്കാണ് പിന്നീട് കടക്കുന്നത്. മരണം വരെ അയാൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്, മരണം ഹാദിറായ മനുഷ്യന്റെ അടുക്കൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ അയാൾ ചൊല്ലിയാൽ മിണ്ടാതിരിക്കണം. ചൊല്ലിയാൽ പിന്നെ മിണ്ടണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണ്ട. അയാൾ ചൊല്ലിയിട്ട് വേറെന്തെങ്കിലും സംസാരിച്ചാൽ രണ്ടാമതും ചൊല്ലിക്കൊടുക്കണം. ആ സമയത്ത് അയാൾ അല്ലാ അല്ലാന്ന് പറഞ്ഞുകൊണ്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് അവർകൾ വല്ലാത്ത രോഗത്തിലാണിപ്പോൾ. അള്ളാഹു അവരുടെ ദറജ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. മരണം ഹൈറാണെങ്കിൽ അവരെയും നമ്മ ഈമാനോട് അല്ലാഹ് സലാമത്താക്കട്ടെ. ഞാൻ പോയി കണ്ടിട്ടുണ്ട്. അപ്പൊ അല്ലാ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. വല്ലാത്ത രോഗത്തിലാണ്, ശരീരമൊക്കെ മെലിഞ്ഞിട്ട് വല്ലാത്ത അവസ്ഥയിലാണ്. അള്ളാഹു സുഖമാക്കട്ടെ, നല്ല സുഖത്തിലാണ്, അങ്ങനെയാണല്ലോ പറയേണ്ടത്. ഏതായാലും അവസ്ഥ പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട മഹാന്മാരായ ആളുകളൊക്കെ ലോകത്ത് നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചണ്ടി ചവറുകളായ നമ്മൾ മാത്രമാണ് ലോകത്ത് ബാക്കിയുള്ളത്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നമുക്ക് മരിക്കാൻ കഴിയണം, മറ്റുള്ളവർക്ക് മരിക്കാൻ അവസരമുണ്ടാക്കണം. അതിന് നമ്മൾ അവിടെ വെറുതെ ഇരിക്കാൻ പാടില്ല. അവിടെ നമ്മൾ മരണം എളുപ്പമാകാൻ വേണ്ടി മന്ത്രിക്കണം. 2 സൂറത്തുണ്ട്, 2 ഉണ്ട്. ഏത്? ഒന്ന് സൂറത്ത് യാസീൻ ഒരാളോട്, ഹൈളില്ലാത്ത ആള്, അതുപോലെ ശരീരം മുഴുവനും ഔറത്ത് മറച്ചിട്ട് മയ്യത്തിന്റെ മുമ്പിലേക്ക് അടുത്ത് പോയി കാണാൻ പറ്റുന്ന ആളാണെങ്കിൽ അവിടെ പോയിട്ട് പെണ്ണുങ്ങൾക്കും ഓതാം. അതിന്റെ കൂടെ റഅദ് സൂറത്ത് റഅദും അവിടെ വെച്ച് ഓതണം. റഅദ് സൂറത്ത് അവിടെ വെച്ച് ഓതിക്കൊടുത്താൽ മരണം എളുപ്പമാകും. റൂഹ് നല്ല രൂപത്തിൽ എളുപ്പത്തിൽ പിടിക്കപ്പെടും എന്ന് കിതാബുകളിൽ കാണുന്നുണ്ട്, ഹദീസിലും ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ചെയ്യേണ്ട കർമ്മങ്ങളാണ് ഇത്രയും നേരം പറഞ്ഞത്. ഒരു രോഗിക്ക് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട കടമകളെയാണ് പറയുന്നത്. മരിച്ചതിന്റെ ശേഷം ഉള്ള കാര്യങ്ങൾ ഒരുപാടുണ്ട്. ഇവിടെ തന്നെ ഹദീസ് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. ഒരു മനുഷ്യൻ മരിച്ചാൽ ഇന്ന റൂഹ ഇദാ ഖുബിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, എന്റെ ഭർത്താവായ അബൂ സലമ മരണത്തോട് മല്ലിടുമ്പോൾ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു. മരിച്ചതിന്റെ ശേഷം കണ്ണിങ്ങനെ തുറന്നു പിടിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്ന റൂഹ ഇദാ ഖുബിൽ, റൂഹിനെ പിടിക്കപ്പെട്ടാൽ തബിഅഹുൽ ബസർ, കണ്ണ് അതിന്റെ പിന്നാലെ പോവും. കണ്ണതിനെ നോക്കും. കണ്ണിലൂടെയാണ് റൂഹ് പോവുക. അതിലൂടെ തന്നെയാണ് വന്നത്. കണ്ണിനാണ് ആദ്യം റൂഹ് ഊതിയിട്ടുള്ളത്. കണ്ണിനാണ് ശരീരത്തിൽ ആദ്യമായി റൂഹ് വരിക. ആ അവിടെ തന്നെയാണ് പോവല്. ആ പോകുമ്പോൾ അതിനെ കണ്ണ് നോക്കും, ചിലപ്പോൾ തുറിച്ചു നിൽക്കും. അതുകൊണ്ട് കണ്ണിനെ നിങ്ങൾ മൂടണം. ആ കാഴ്ച കണ്ടപ്പോൾ ആ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പോയതൊക്കെ ഈ ഹദീസിൽ പറയുന്നുണ്ട്. കുടുംബത്തിൽ ഒരുപാട് ആളുകൾ ഒച്ച ഇട്ടുകൊണ്ട് കരഞ്ഞു. ആര് മരിച്ചപ്പോ? ബഹുമാനപ്പെട്ട